നമസ്കാരം. ഒരു പുതിയ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളിൽ പ്രഥമ നക്ഷത്രമായ അശ്വതിയെ പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. രാശിനാഥനായ രവിയുടെയും ദശാനാഥനായ കേതുവിൻ്റെയും ഉച്ചസ്ഥനായ രവിയുടെയും പൊതു സ്വഭാവങ്ങൾ ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. പൊതുവെ സ്ഥിരോത്സാഹികളും കൂർമ്മ ബുദ്ധി പ്രകടിപ്പിക്കുന്നവരും സദാ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരുണ്ട്. അതുകൊണ്ട് ഒരുപാട് ജീവിത വിജയങ്ങൾ അവർ പ്രതീക്ഷിക്കുന്ന പോലെ നേടാൻ പല അവസരങ്ങളും ഇവർക്ക് കൈവരുന്നതാണ്. സാമ്പത്തിക രംഗത്ത് വളരെ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ടാവുന്നതാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാരെ പരമാവധി സഹായിക്കുകയും അവരുടെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സ്വന്തം ത്യാഗം ചെയ്യാനും ഇക്കൂട്ടർ തയ്യാറാവുന്നതാണ്. എങ്കിൽ പോലും സത്യസന്ധന്മാരായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ തന്നെയും സ്വന്തം കാര്യ നേട്ടത്തിന് വേണ്ടിയിട്ട് ചില കളവ് പറയാനും അത് സമർത്ഥമായി മറച്ചു വയ്ക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു 35 വയസ്സിന് ശേഷമായിരിക്കും ഒരുപാട് നേട്ടങ്ങളും അഭിവൃദ്ധികളും കൈവന്നിരിക്കുക. സ്ഥിരോത്സാഹികളാണെങ്കിൽ തന്നെയും പല പ്രശ്നങ്ങൾ സ്വയം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമായതുകൊണ്ടും അവസരങ്ങളിലൊക്കെ അബദ്ധങ്ങളും വിഷമതകളും സംഭവിക്കാനും അതുകൊണ്ട് ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ടാവുന്നതാണ്. മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ പ്രധാനമായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ തന്നെയും അത് അവരുടെ നേട്ടം കൂടി കണ്ടുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. സന്താനങ്ങളെ അമിതമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ നിന്നുള്ള അനുഭവങ്ങൾ ഇവർ പ്രതീക്ഷിച്ച പോലെ ഉണ്ടാവണമെന്നില്ല. സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ആ കാര്യങ്ങൾക്കുള്ള പല അവസരങ്ങളിലും നഷ്ടങ്ങളോ വിഷമതകളോ ചതികളോ പറ്റാൻ ഇവർക്ക് പല അവസരങ്ങളും ഉണ്ടായി വരികയും ചെയ്യും. സ്ഥിരോത്സാഹികളായിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സൈനിക രംഗത്തും അതുപോലെ നീതിന്യായ വകുപ്പിലും വൈദ്യരംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ജീവിത വിജയം ഉണ്ടാവുന്നതാണ്. ഇവരുടെ അശ്വതിയുടെ ദേവതയായിരിക്കുന്ന അശ്വിനി ദേവന്മാരായതുകൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കാനും ഇവർക്ക് പലർക്കും പല അവസരങ്ങളും കൈവരികയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ പങ്കാളിയോട് കൂടുതൽ താല്പര്യവും സ്നേഹവും കാണിക്കുന്ന ഒരു ഉത്തമ സത്യസന്ധമായിരിക്കുന്ന ജീവിതമായിരിക്കും ഇവർക്കുണ്ടാവുക. എന്നാൽ പല അക്ഷനക്ഷത്രക്കാരും മദ്യപാനാസക്തികളും അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അവരുടെ ആരോഗ്യം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് വഴുതി പോകുന്നതായിട്ടും തന്മൂലം രോഗപീഠയും കുടുംബത്തിൻ്റെ ശത്രുതയും ഉണ്ടാവാൻ സാധ്യതയും കൂടുതലാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പല കാര്യം ചെയ്യാനും സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും കഴിവുള്ളവരായിരിക്കും. നിയന്ത്രണ സ്വഭാവം വളരെ കൂടുതലുള്ള സ്വഭാവക്കാരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ. കുടുംബത്തിൽ ഏറ്റവും താഴെ ഉള്ള കുട്ടികളാണെങ്കിൽ തന്നെയും മൂത്തയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും മറ്റും ഒരു പ്രാഗൽഭ്യം കാണിക്കുന്നവരാണ്. നിയന്ത്രണരംഗത്ത് ഒരു മേധാവിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇവർ വളരെയധികം പ്രയത്നിക്കുന്നവരായിരിക്കും. എല്ലാ രംഗത്തും ശോഭനമായ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ടും കൂടെ നിൽക്കുന്ന ആൾക്കാരെ സഹകരിപ്പിച്ചുകൊണ്ടും മറ്റുള്ള സദസ്സിൻ്റെ നേതൃ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ടും വാചാലമായി സംസാരിക്കാനും അതിബുദ്ധിപരമായി പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീർക്കാനും ഇവർ സദാ സന്നദ്ധരായിത്തീരുന്നതാണ്. കേതു രാശിനാഥനായതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്ക് തുല്യ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും അവരുടെ ശ്രമങ്ങൾ അവർ അവസാനിപ്പിക്കാറില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. രാശിനാഥനായിരിക്കുന്ന കേതുവിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ട് ചില വീഴ്ച, മുറിവ്, ചതവ് മുതലായ കാര്യങ്ങളൊക്കെ ചൊവ്വാദശയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ജനിക്കുന്നത് കേതുദശയിലാണ്. ആ കേതുദശ 7 വർഷം ദശയാണെങ്കിലും ജനിക്കുന്ന സമയത്തിനനുസരിച്ച് ഇതിന് മാറ്റം വരുന്നതാണ്. രണ്ടാമത്തെ ദശ ശുക്രദശയാണ്. എല്ലാ അഭിവൃദ്ധിയും അതിബുദ്ധി പ്രകടിപ്പിച്ചുള്ള വിദ്യാഭ്യാസ ഗുണങ്ങളൊക്കെ നേടാനുള്ള സാധ്യത ഈ രണ്ടാമത്തെ ദശയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. അപ്പോൾ അതിനുശേഷമുള്ള ആദ്യത്തെ ദശ കുറച്ച് ദുരിതപരമായിരിക്കുന്നതാണ്. എങ്കിൽ പോലും സ്ഥിരോത്സാഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏത് കാര്യത്തിനും അവർ മുൻപന്തി നിൽക്കാൻ സദാ പ്രയത്നിക്കുന്നതായിരിക്കും. മാതാപിതാക്കളോട് അമിതമായ ഭക്തി ഉണ്ടാവുകയും അവരോട് സ്നേഹാദരങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ പ്രീതി സമ്പാദിക്കാനും ഇവർ സദാ സന്നദ്ധരായി തീരുകയും ചെയ്യുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിലുള്ള കാര്യത്തിന് നേട്ടമുണ്ടാക്കുന്നതാണ് ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടും ഒരു സത്യസന്ധമായ ജീവിതമാണ് ഇവർ പുലർത്തിക്കൊണ്ടിരിക്കുക. പങ്കാളിയോടുള്ള അമിത സ്നേഹപ്രകടനങ്ങളും അമിത വാത്സല്യവും കാണിക്കാനും
സ്വന്തം കുടുംബത്തിൻ്റെ ശ്രേയസ്സനുസരിച്ചുള്ള എന്ത് ത്യാഗത്തിനും ഇവർ തയ്യാറാവുകയും ചെയ്യുന്നതാണ്. കർമ്മരംഗത്തും കച്ചവട രംഗത്തുമുള്ള ആൾക്കാർക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. അവർ ഒരു കച്ചവടം മാത്രമല്ല, ഒരു കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പലതിലും മാറി മാറി ചെയ്യുന്നതുകൊണ്ട് ഒരു സാമ്പത്തികമായിരിക്കുന്ന ഒരു നിജസ്ഥിതി ഇവരെ സംബന്ധിച്ച് വിഷമമുള്ളതായിരിക്കും. അശ്വതി നക്ഷത്രം 4 പാദങ്ങളാണുള്ളത്. അതിൽ 15 നാഴിക വീതമാണ് 4 പാദങ്ങളുള്ളത്. ഈ 4 പാദങ്ങൾക്കുമുള്ള പൊതുവായ ഫലങ്ങളാണ് ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ പാദത്തിനും എന്നാലും അനുഭവങ്ങൾ വ്യത്യസ്തമായി തീരുന്നതാണ്. അതവർ ജനിച്ച സമയത്തുള്ള രാശി സംബന്ധ ഗുണഫലങ്ങളെയും അപ്പോഴുള്ള ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തെയും അനുബന്ധിച്ചിട്ടാണ് ഓരോ ഫലങ്ങളും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ട് ഉള്ളത്. എന്നാലും ഇവിടെ പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞെങ്കിൽ തന്നെയും വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവാം. ഈ പറഞ്ഞ എല്ലാം തന്നെ ഒരാൾക്ക് അനുഭവത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഏതാണ്ട് 90% ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നതാണ്. ഇനി പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് സംശയങ്ങളുണ്ടെങ്കിൽ തന്നെയും താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണ് വിശദമായ വിവരങ്ങളും അവരുടെ ജന്മസമയവും ജന്മ ഡേറ്റും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും താഴത്തെ നമ്പർ ശ്രദ്ധിക്കുക, ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. നമസ്കാരം.